രണ്ട് പ്രശ്നമുണ്ട്. ഒന്ന്, ഈ 529 കോടിയുടെ കാര്യം എന്നൊക്കെ പറഞ്ഞാൽ അത് 1.5 മാസം കൊണ്ട് 45 ദിവസം കൊണ്ട് എക്സ്പെൻഡിച്ചർ ആക്കണമെന്ന് പറഞ്ഞാൽ 1.5 മാസം കൊണ്ട് അത് ട്രഷറിയിൽ നിന്ന് പോവുകയും അതിൻ്റെ പണി പൂർത്തീകരിക്കുകയും വേണം എന്നാണ് പറയുന്നത്. അതായത് ഇനി 45 ദിവസം കൊണ്ട് ഒരു കാരണവശാലും നടക്കില്ലാത്ത ഒരു പദ്ധതിയെക്കുറിച്ചാണ് ഇവർ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് നല്ലൊരു ബിരിയാണി കൊണ്ടുവച്ചിട്ട് അത് 30 സെക്കൻഡിനുള്ളിൽ തിന്നു തീർക്കണം എന്ന് പറഞ്ഞാൽ അത് നടക്കില്ല. ആ ബിരിയാണി അവർ തിരിച്ചു കൊണ്ടുപോകും. അത് തന്നെയാണ് സംഭവിച്ചേക്കുന്നത്. ഈ 530 കോടി എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു കള്ളക്കളിയാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഈ 530 കോടിയുടെ അല്ല ഇവിടുത്തെ പ്രശ്നം. ഇതിൻ്റെ യഥാർത്ഥ പ്രശ്നം ഈ സംസ്ഥാന സർക്കാർ തന്നെ ടൂറിസം സ്പെഷ്യൽ അസിസ്റ്റൻസിന് വേണ്ടിയിട്ട് ഒരു കത്ത് കൊടുത്തിരുന്നു. ആ കത്തിലാണ് ഇവർ ലോൺ എന്ന വാക്ക് ഉപയോഗിച്ചതായി പറയുന്നത്. ആ ടൂറിസം സ്പെഷ്യൽ അസിസ്റ്റൻസ് അല്ല ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അത് 530 കോടിയുടെ കാര്യമാണ് ഇപ്പോൾ പറയുന്നത്. ആ 530 കോടി ആണെങ്കിൽ പോലും 45 ദിവസത്തിനുള്ളിൽ എക്സ്പെൻഡിച്ചർ ആക്കണം എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും ടോട്ടലി ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു ഫണ്ടിങ്ങിനെ കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കേന്ദ്ര സർക്കാർ കാണിച്ച ഇരട്ടത്താപ്പെന്നല്ല, വലിയ കള്ളക്കളിയാണ്, നാട്ടുകാരെ പറ്റിക്കുന്നതിന് തുല്യമാണ്. നമ്മളെന്തോ ഔദാര്യം ചോദിച്ചപ്പോൾ അത് ഇട്ട് തന്നതുപോലെയാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട വിഷയം നമ്മൾ കൊടുത്ത പാക്കേജുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഇവിടെ ബാക്കിയുള്ള എല്ലാ സ്റ്റേറ്റുകളിലും ഒരു ദുരന്തം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ആ ദുരന്തത്തിന് പാക്കേജ് അനുവദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പ്രധാനമായും പണം അനുവദിച്ചിട്ടുണ്ട്. അത് ഹിമാചലിൽ അനുവദിച്ചിട്ടുണ്ട്, ഉത്തർപ്രദേശിൽ അനുവദിച്ചിട്ടുണ്ട്, തമിഴ്നാട്ടിൽ വന്ന് കണ്ട അന്ന് തന്നെ 900 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. കേരളത്തിൽ എന്തുകൊണ്ട് അത് അനുവദിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഇപ്പോൾ ബഹുമാനപ്പെട്ട BJPയുടെ പ്രതിനിധി അദ്ദേഹം ഹൈക്കോടതിയിലെ കേസിന്റെ കാര്യം പറഞ്ഞല്ലോ. ഈ ഹൈക്കോടതിയിലെ കേസിൽ തന്നെ കേന്ദ്ര സർക്കാർ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, അവർ ഈ പറയുന്ന ഫണ്ട് ഒന്നും അനുവദിച്ചിട്ടില്ല. ആകെ സംസ്ഥാനത്തിന് കൊടുക്കേണ്ടിയിരുന്ന ദുരിതാശ്വാസ നിധിയുടെ ഫണ്ട് നേരത്തെ കൈമാറി എന്നതല്ലാതെ ഈ വയനാട് ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിൻ്റെ യാതൊരുവിധ സഹായവും കേരളത്തിന് ലഭിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അതെന്തുകൊണ്ടാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. ഇതിനകത്ത് രാഷ്ട്രീയമില്ലല്ലോ. കാരണം എന്താ, ഇപ്പോൾ വയനാടിൻ്റെ MP ശ്രീമതി പ്രിയങ്ക ഗാന്ധി കേരളത്തിലുള്ള മുഴുവൻ MP മാരെയും കൂട്ടിക്കൊണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായ ശ്രീ അമിത്ഷായെ കാണുകയും ഇതിൻ്റെ കത്ത് കൊടുക്കുകയും ഇത് ആവശ്യപ്പെടുകയും ചെയ്തു. ലോക്സഭയിൽ ഇത് ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷേ എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ വയനാടിനെ കണ്ടില്ല എന്ന് നടിക്കുന്നത്? ഇപ്പോൾ കേരളത്തിൽ വന്നുകൊണ്ട് സെൽഫിയൊക്കെ എടുത്ത് ഞാൻ അങ്ങ് ഡൽഹിയിൽ ചെന്നാൽ ഉടൻ തന്നെ പണം അങ്ങ് തരാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് കേന്ദ്ര മന്ത്രിമാർ തന്നെ കേരളത്തെ അധിക്ഷേപിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതല്ലേ. കേന്ദ്രത്തിന്റെ ചാർജുള്ള ഈ വിഷയത്തിൽ ചാർജ് ഉണ്ടായിരുന്ന കേന്ദ്രമന്ത്രി ശ്രീ ജോർജ് കുര്യൻ കേരളത്തിന് വേണമെങ്കിൽ പിന്നോക്ക സംസ്ഥാനമായി പ്രഖ്യാപിച്ചാൽ വേണമെങ്കിൽ പണം തരാമെന്ന് പറഞ്ഞത് നമ്മൾ കേട്ടതല്ലേ. ശ്രീ V മുരളീധരൻ മുൻ കേന്ദ്രമന്ത്രി തന്നെ പറഞ്ഞത് എന്താ, ഇതൊരു വളരെ കുഞ്ഞൊരു ദുരന്തമാണ്, ഈ ദുരന്തത്തെ ഇത്ര പർവ്വതീകരിക്കുന്നത് എന്തിനാണ് എന്ന് ശ്രീ V മുരളീധരൻ തന്നെ ചോദിക്കുന്നത് നമ്മൾ കേട്ടിട്ടില്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഈ വിഷയത്തിലെ ഇരട്ടത്താപ്പും കള്ളക്കളിയും അത് വളരെ വ്യക്തമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഏത് സാഹചര്യത്തിൽ ഇപ്പോൾ സ്പെഷ്യൽ അസിസ്റ്റൻസിന് വേണ്ടി ഒരു കത്ത് കൊടുത്തിട്ടുണ്ട് സംസ്ഥാന സർക്കാർ കൊടുത്തിരിക്കുന്ന ഈ കത്ത് ഏത് സാഹചര്യത്തിലാണ് എന്നുള്ളത് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കണം. അങ്ങനെ ഒരു കത്ത് കൊടുത്തിട്ടുണ്ടെന്ന് കേന്ദ്രമന്ത്രി അവരുടെ ഓർഡറിൽ പറയുകയാണ്. അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് അറിയില്ല. അപ്പൊ സംസ്ഥാന സർക്കാരിൽ വേറെ ഒറ്റക്കാരിയോടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ തന്നെ ഈ വയനാട് ചൂരൽമല ദുരന്ത നിവാരണത്തിന് വേണ്ടി സാധാരണ ജനങ്ങൾ കൊടുത്ത 729 കോടിയുണ്ട്. ആ 729 കോടിയിൽ നിന്ന് അവിടുത്തെ സാധാരണക്കാർക്ക് ഇപ്പോൾ വീടിന്റെ കാര്യത്തിൽ നമ്മൾ വീട് പണിയുമായി ബന്ധപ്പെട്ട മീറ്റിങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവരുടെ ഡെയിലി ലൈവ്ലിഹുഡിന് വേണ്ടിയുള്ള, ഇപ്പോൾ അവിടെ ഒരു തയ്യൽ മെഷീൻ നഷ്ടപ്പെട്ടവർക്ക് ആ തയ്യൽ മെഷീൻ കൊടുക്കാൻ നമുക്ക് കേന്ദ്രത്തിന്റെ ഔദാര്യം കാത്തു നിൽക്കേണ്ട. അവിടെ ഏതെങ്കിലും കടയിൽ സാധനം മേടിച്ചു വെച്ചാൽ കച്ചവടം നടക്കുമെന്നുള്ള സാധാരണക്കാർക്ക് അത് മേടിച്ചു കൊടുക്കാൻ നമുക്ക് ഈ കേന്ദ്രത്തിന്റെ ഔദാര്യം കാത്തു നിൽക്കേണ്ട കാര്യമില്ല. നമ്മുടെ കയ്യിൽ തന്നെ നമ്മുടെ സാധാരണ ജനങ്ങൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്ത 730 കോടിയോളം രൂപയുണ്ട്. അപ്പൊ സംസ്ഥാന സർക്കാർ അടിയന്തരമായി കേന്ദ്രത്തോട് ഈ വിഷയം അവതരിപ്പിക്കുകയും ആവശ്യപ്പെടുകയും ചെയ്യുന്നതിനോട് ഒപ്പം തന്നെ നമ്മുടെ കയ്യിലുള്ള ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് വയനാട് മേഖലയിൽ ഈ വിഷയത്തിൽ ഉൾപ്പെട്ട ആളുകളെ സഹായിക്കാൻ ശ്രമിക്കണം. കാരണം കഴിഞ്ഞ 8 മാസമായിട്ട് യാതൊരു വിധത്തിലുള്ള സഹായം അവിടെ ചെല്ലുന്നില്ല എന്ന് പറയുമ്പോൾ